Assalamualaikum. Hi all, welcome back to another vlog. ഇന്നത്തെ യാത്ര പാലക്കാട് ജില്ലയിലുള്ള മലമ്പുഴ ഡാമിന് സമീപമുള്ള നമ്മുടെ കവ ഐലാൻഡിലോട്ടാണ് നമ്മളിന്ന് പോകാനൊരുങ്ങുന്നത്. നമ്മളതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ചെറുതായിട്ടൊക്കെ ഒന്ന് മഴ പെയ്തിരുന്നു. അവിടെ എത്തിയപ്പോൾ മഴക്കൊന്ന് തോർന്ന് പിന്നെ ആ കാടിനുള്ളിലേക്ക് കടന്നപ്പോഴാണ് പിന്നെ വീണ്ടും ചെറുതായിട്ടൊന്ന് പെയ്തത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. ഈ ഒരുപാട് സിനിമകളും ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറേ സിനിമകളിലൊക്കെ ഇതിൻ്റെ കവ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുവിധം അറിയാം ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ. ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴികളൊക്കെ രണ്ട് സൈഡും നല്ല കിടിലം വ്യൂ ആയിരുന്നു. കാരണം രണ്ട് സൈഡും ഒരുപാട് മരങ്ങളും കാര്യങ്ങളും നല്ല തണലും പിന്നെ കുറേ റബ്ബർ എസ്റ്റേറ്റും കാര്യങ്ങളും നല്ല വ്യൂ തന്നെയായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിർത്തിയിട്ടിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ചില സ്ഥലത്ത് ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ട് വേഗം തന്നെ പോവാം. നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഉള്ളിലേക്ക് പോയപ്പോൾ വീണ്ടും മഴ ചെറുതായിട്ടൊന്ന് പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു. നല്ല അധികം പെയ്യാതെ തന്നെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാലും ഇവിടെ ഒരു പാർക്കുണ്ട്. പാർക്കിൻ്റെ ഒരു ചെറിയ ഏരിയ ഉണ്ട്. അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകാൻ കുറച്ചുകൂടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില വഴികളൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ ആൾക്കാർ പ്രവേശനമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പം എന്തോ അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പ്രവേശനമൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട്. അത് കാരണം നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. എന്തായാലും ഹൈ റേഞ്ച് പോകാൻ പറ്റാത്തവർക്കൊക്കെ ഇതും ഒരു ചെറിയൊരു ഹൈ റേഞ്ച് തന്നെയാണ്. നമ്മൾക്ക് മൂന്നാർ ആ ഒരു ഫീലൊക്കെ നമുക്ക് ഇവിടെയും കിട്ടും. കാരണം അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് മഴയും കൂടി ഉണ്ടായപ്പോൾ പിന്നെ പറയണ്ട, നല്ലൊരു കാലാവസ്ഥയായിരുന്നു. വലിയ തോതിലൊന്നും മഴയില്ല, ചെറുതായിട്ട് തന്നെ ചാറുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് പോയി ഒരുപാട് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ പാറകളും അയ്യപ്പൻകാവ് ക്ഷേത്രം അവിടെയൊക്കെ കയറി ഞങ്ങൾ അതൊക്കെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റൂട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ പരമാവധി നമ്മൾ സ്ലോ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പോകുന്ന ഓരോ വഴികൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. ഒരു സ്ഥലത്ത് നല്ല റബ്ബർ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മറു സ്ഥലത്ത് ഒരുപാട് മരങ്ങളും കാര്യങ്ങളും, ചില സ്ഥലത്ത് നിന്ന് ഭയങ്കര കൊടും കാട് പോലെ, അങ്ങനെയൊക്കെ ഓരോ വഴിക്കും ഓരോ പ്രത്യേകതയാണ്. അപ്പോൾ നമ്മളെല്ലാം ആശ്രയിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് തീരെ ബോറടിക്കില്ല. പോകുന്ന വഴികളൊക്കെ നമുക്കിങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റും. കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ ഈ ഒരു വളവിലായിട്ട് ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലുള്ള റെസ്റ്റോറൻ്റൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമുക്ക് ചായയൊക്കെ വേണമെങ്കിൽ കുടിക്കുക. വാഷ്റൂമൊക്കെ ഉണ്ട്. പിന്നീട് കുറച്ച് അങ്ങോട്ട് നീങ്ങിയപ്പോൾ അവരുടെ തന്നെ കൃഷിയാണെന്ന് തോന്നുന്നു. ഒരുപാട് മാവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഒരുപാട് മയിലുണ്ട്. നമുക്ക് കുറേ എണ്ണം അവിടെ ഇവിടെ കേട്ട് ഇരിക്കുന്നുണ്ട്. ഈ ഒരു വ്യൂ കിടിലൻ വ്യൂ ആയിരുന്നു. നമ്മൾ അറ്റത്തേക്കൊന്നും പോയില്ല, ചെറുതായിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് അറ്റത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് വെക്കേഷനൊക്കെ അല്ല, ഒന്ന് പോയി അടിപൊളിയാക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.